ആലപ്പുഴയിൽ സമൂഹ മാധ്യമത്തിലൂടെ ഒരു സന്ദേശം അയച്ചതിന് പിന്നാലെ നടന്നത് അടിയാണ്. ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചതിന്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. അരൂക്കുറ്റി സ്വദേശി ജിബിനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജിബിൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കാപ്പ കേസ് പ്രതി പ്രഭജിത്ത്, കൂട്ടാളി സിന്തൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സഹോദരൻ ലിബിൻ. ഇരുവർക്കുമെതിരെ പൂച്ചാക്കൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്ത്, എന്താണ് സംഭവിച്ചത്? ഒരു ഹലോ സന്ദേശം, അതിന് പിന്നാലെ അങ്ങ് അടിയോ? റോഷ്നി, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഇത്തരത്തിൽ പ്രഭജിത്തിന്റെ പെൺസുഹൃത്തിന് ജിബിൻ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞായിരുന്നു. ജിബിനെ ഇത്തരത്തിൽ അരൂക്കുറ്റി പാലത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് ആളൊഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. അതായത് അതിക്രൂരമായി തന്നെ ജിബിനെ ഇത്തരത്തിൽ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. ജിബിന് വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിന് ക്ഷതമേൽക്കുന്ന സാഹചര്യം. മാത്രമല്ല നട്ടെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്, മുതുകിന് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജിബിൻ ചികിത്സയിലാണ്. ആർക്കാണ് താൻ മെസ്സേജ് അയച്ചതെന്ന് ജിബിൻ പലതവണ ഇത്തരത്തിൽ പ്രഭജിത്തിനോട് ചോദിച്ചു. പക്ഷേ ഇക്കാര്യം പ്രഭജിത്ത് പറഞ്ഞില്ല. പക്ഷേ ഒരു ഹലോ സന്ദേശം അയച്ചു എന്നുള്ളതാണ് പ്രഭജിത്ത് ഇത്തരത്തിൽ ആവർത്തിച്ച് പറയുകയും തുടർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ജിബിനും ജിബിന്റെ സഹോദരനും പറയുന്നത്. ഒപ്പം ഈ പ്രഭജിത്തിനൊപ്പം ഒരു കൂട്ടാളി കൂടി ഉണ്ടായിരുന്നു, സിന്തലാണ്. ഇരുവരും ചേർന്നാണ് ഇത്തരത്തിൽ അരൂക്കുറ്റി പാലത്തിൽ വെച്ച് രാത്രി ഒരു 10 മണിയോടുകൂടി പാലത്തിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ജിബിനെ. ഇത്തരത്തിൽ നിർബന്ധിച്ച് ജിബിന്റെ വാഹനത്തിൽ തന്നെ നടുവിലിരുത്തി ഇത്തരത്തിൽ പ്രഭജിത്തും അതേപോലെ തന്നെ സിന്തലും മുൻപിലും പുറകിലുമായിരുന്നു ജിബിനെ നടുവിലിരുത്തിയ ശേഷം ഒരാളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ ക്രൂരമായി മർദ്ദിക്കുകയാണ് എന്നുള്ളതാണ് ജിബിൻ പറഞ്ഞത്. അബോധാവസ്ഥയിലായിരുന്ന താൻ കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ബോധം വന്ന ശേഷം സ്വയം എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഒപ്പം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇത് കണ്ട അവിടെ തൊട്ട് പരിസരത്തുള്ള ആളുകളാണ് പിന്നീട് തന്നെ വീട്ടിലെത്തിച്ചെന്നും ജിബിൻ പറയുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായി തന്നെ ജിബിന് മർദ്ദനമേറ്റിട്ടുണ്ട്. പക്ഷേ ഏത് പെൺസുഹൃത്തിനാണ് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഈ പ്രഭജിത്ത് പറഞ്ഞിട്ടില്ല എന്നും ജിബിൻ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ചതിന്റെ പേരിലാണ് എന്തായാലും മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് പെൺസുഹൃത്തിനാണെന്ന് പക്ഷേ ഇത് ഈ പ്രഭജിത്ത് പറഞ്ഞിട്ടില്ല. പ്രഭജിത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്, കാപ്പ കേസ് പ്രതിയാണ്. മാത്രമല്ല ലഹരി മരുന്ന് കേസുകൾ അടക്കം ഈ പ്രഭജിത്ത് നേരത്തെ പിടിയിലായതാണ്. അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രഭജിത്തും കൂട്ടാളി സിന്തലും ചേർന്നാണ് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺസുഹൃത്തിന് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ജിബിനെ ക്രൂരമായി മർദ്ദിച്ചത്.